അവരൊരു ഉയർന്ന, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആള് തന്നെയാണ്. അങ്ങനെ ഒരു MLA ഒഴിയണമെന്നൊക്കെ പറയുന്ന ഒരു രീതി ശരിയായില്ല. MLA ഒരു വട്ടിയൂർക്കാവ് MLA അദ്ദേഹത്തിന് ഓഫീസ് കൊടുത്തത് വലിയ സംഭവമൊന്നുമല്ല. കുറച്ചുകൂടി മെച്ചൂറായി അദ്ദേഹത്തെ പോലെ പെരുമാറണമായിരുന്നു. അവരൊരു ഉയർന്ന, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആള് തന്നെയാണ്. അങ്ങനെ ഒരു MLA ഒഴിയണമെന്നൊക്കെ പറയുന്ന ഒരു രീതി ശരിയായില്ല. കോടതിയിലായി തീർക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു കൗൺസിലർക്ക് MLA പറയാൻ പറ്റുമോ നിങ്ങൾ ഒഴിയണമെന്ന്? അതൊക്കെ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. ഒരു കൗൺസിലർ എങ്ങനെയാണ് MLA നിങ്ങൾ ഒഴിയണമെന്ന് പറയാം? കോർപ്പറേഷൻ പറയാം, കൗൺസിലർ പറയാം നിങ്ങൾ ഒഴിഞ്ഞുകൊള്ളണം. അപ്പൊ അത് അദ്ദേഹത്തെ പോലെ ഒരാളെടുത്ത് നിന്നും ഇത്രയും കേരളം വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളുടെ ഭാഗത്തുണ്ടായ വളരെ ഇമ്മച്ചുവറായ പെരുമാറ്റമായിപ്പോയി എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് അല്ല. MLA സേവനവും കൗൺസിലറുടെ സേവനവും ഒക്കെ ജനസേവനം തന്നെയാണ്. ഇതാരെങ്കിലും നാളെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പോകുന്നില്ല. അത് അദ്ദേഹം ജനസേവനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്താൻ വേണ്ടി ലഭിച്ചൊരു ഓഫീസാണ്. അതൊന്നും ഇങ്ങനൊരു വലിയ കോൺട്രവേഴ്സി ആക്കേണ്ട കാര്യമില്ല. അതൊക്കെ അങ്ങൊരു വളരെ പാസിക്കായി പറഞ്ഞുകൊണ്ട് കാര്യം. ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് കേരളം എല്ലാം കോൺട്രവേഴ്സി. നിങ്ങൾക്ക് ഇതിന്റെ ഒരു സംഗതി ലൈവായി നിർത്താൻ വേണ്ടി ഇതിങ്ങനെ ലൈവാക്കി നിർത്തുകയാണ്. MLA എന്തൊക്കെ പറഞ്ഞാലും പ്രോട്ടോകോളിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൗൺസിലറുടെ മുകളിലാണ് MLA. നിങ്ങൾ കേരളത്തിൽ ഒരു MLAക്കും കേരളത്തിന്റെ പുറത്തുള്ള MLAമാരുടെയും അലവൻസും മറ്റു കാര്യങ്ങൾ കമ്പയർ ചെയ്യും നിങ്ങൾ. എന്നിട്ട് ഇത് സംബന്ധിച്ച് ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. MLA ഹോസ്റ്റലിൽ വരുമ്പം MLA ഓഫീസ് ആളുകൾക്ക് വന്ന് താമസിക്കേണ്ടി വരും. MLA പല ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക്. അപ്പൊ ആ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? അത് അദ്ദേഹം ഒരു ഓഫീസോടെ വെച്ചാൽ ഒരു ആകാശം ഇടിഞ്ഞു പോകുന്ന സംഭവമൊന്നുമല്ല. ഒരു ഓഫീസ് ഇപ്പൊ MLA ഹോസ്റ്റലിലേക്ക് എളുപ്പത്തിൽ ആൾ കയറി വരാൻ പറ്റുമോ? ചോദിക്കൂല ആൾക്കാർ എന്തിനാ വന്നതെന്നുള്ളത്. ഓഫീസാകുമ്പോൾ എളുപ്പത്തിൽ ആൾക്ക് കയറി വരാം. MLA ഹോസ്റ്റലിൽ ഒരു മാട് വാച്ച് ആൻഡ് വാർഡ് ഉണ്ടാവും. എന്തിനു പോകുന്നു ചോദിക്കൂല. ചോദ്യങ്ങളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ MLA കാണാൻ ജനത്തിന് വരുമ്പം ജനത്തിന് ഈസിലി ആക്സസിബിൾ ഉണ്ടാവണം. അത് MLA ഹോസ്റ്റലാകുമ്പോൾ നടക്കില്ല. MLA ഹോസ്റ്റലിൽ വാച്ച് ആൻഡ് വാർഡും ആളുകളുണ്ട്. എങ്ങോട്ട് പോകുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഇതങ്ങനെയല്ല. ഇത് MLAക്ക് ജനങ്ങൾക്ക് MLA എളുപ്പത്തിൽ കാണേണ്ടി വരും. അപ്പൊ അതിന് ഒരു ഓഫീസ് അവിടെ. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ഒരു കുത്തി അങ്ങനെ ഒരു വിഷയമാക്കണ്ട. അതൊരു ചെറിയ സംഭവമാണ്. അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. നിങ്ങൾ ഇങ്ങനെ ലൈവാക്കി നിർത്തുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.